ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൗനരാഗം സീരിയലിലെ ഏറ്റവും പുതിയ പ്രൊമോയുടെ വിശേഷങ്ങളൊക്കെ സ്വാഗതം കേട്ടോ. അപ്പോൾ സരയു ഇപ്പോൾ ഒരു നല്ല കുട്ടീനെ പോലെ അഭിനയിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ആദ്യമൊക്കെ കുറച്ച് നല്ല മനസ്സ് പുള്ളിക്കാരിക്ക് വന്നിരുന്നുവെങ്കിലും രാഹുൽ ഇഞ്ചക്ട് ചെയ്ത് വീണ്ടും ആ പഴയ സരയുലേക്ക് തിരിച്ചു പോയിരിക്കുകയാണ് അല്ലേ. എന്താണെങ്കിലും സരയുവിൻ്റെ ഈ മനസ്സ് മാറ്റം കിരണിനും നമ്മുടെ കല്യാണിക്കൊന്നും ഇതുവരെ തിരിച്ചറിയാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. എന്താണെങ്കിലും അതങ്ങനെ നടക്കട്ടെ. എന്താണെങ്കിലും പുതിയ പ്രൊമോയുടെ വിശേഷങ്ങളിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ പ്രൊമോയിൽ നമ്മൾ ആദ്യം നോക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്നത് സരയുവിന് നമ്മുടെ കല്യാണം ഒരു വാക്ക് കൊടുക്കുകയാണ്. ഇനി ഒരിക്കലും മനോഹരമായിട്ട് കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഒരിക്കലും പോകില്ല. അത് സരയുവിന് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളത് മനസ്സിലാക്കുന്നു. ഇനി ഒരിക്കലും അങ്ങനെ സംഭവം തന്നെ ഉണ്ടാകാനായിട്ട് പോകുന്നില്ല എന്ന് സരയുവിന് കല്യാണി വാക്ക് കൊടുക്കുന്ന ഒരു സീനാണ് നമ്മൾ കാണുന്നത് കേട്ടോ. എന്താണെങ്കിലും സരയുവിൻ്റെ ഈ അഭിനയം എല്ലാം കല്യാണിക്ക് മനസ്സിലാക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. സരയുവിൻ്റെ മനസ്സിൽ എന്താണ് ഉള്ളത് എന്ന് കല്യാണിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. കല്യാണിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കി കിരണിനെ സ്വന്തമാക്കണം എന്നൊരൊറ്റ ലക്ഷ്യം മാത്രമേ ഇപ്പൊ സരയുവിൻ്റെ മനസ്സിലുള്ളൂ അല്ലേ. എന്താണെങ്കിലും അങ്ങനെയാണ് ആദ്യത്തെ പ്രൊമോയുടെ സീനിൽ കാട്ടുന്നത്. പിന്നെ പ്രൊമോയിൽ നമ്മൾ കാണുന്ന സീന് ഈ സരയുവിനെ പറ്റി കിരൺ രൂപയോടും ചന്ദ്രസേനോടും സംസാരിക്കുന്ന ചില കാര്യങ്ങളാണ് കേട്ടോ. അതായത് സരയുവിനെ പറ്റി നമ്മുടെ കിരൺ പറയുകയാണ്, സരയുവിന് ഇപ്പോൾ രാഹുലിന് ഒട്ടും ഇഷ്ടമല്ല. കാരണം സരയുവിൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയത് ഈ രാഹുലിൻ്റെ ചില തീരുമാനങ്ങളാണ്. പുള്ളിയാണല്ലോ മനോഹറിനെ ഈ സരയുവിൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ ആയി തീർന്നത്. അതുകൊണ്ട് പുള്ളിക്കാരിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്ന് കിരൺ അമ്മയോടും അച്ഛനോടൊക്കെ പറയുന്ന സീൻ നമുക്ക് പ്രൊമോയിൽ കാണാം. പക്ഷേ സരയുവിൻ്റെ മനസ്സിൽ എന്താണ് ഉള്ളതെന്ന് ഏറ്റവും ഇന്നത്തെ പ്രൊമോയുടെ അവസാന സീനിൽ നമുക്ക് കാണാം. പരോളിന് വേണ്ടി രാഹുൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ രാഹുൽ പറയുന്നത് കേട്ടാണ്. രാഹുലിന് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഇനിയുള്ളൂ. അത് എന്ന് പറയുന്നത് കല്യാണിയെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. കല്യാണിയെ ഇല്ലാതാക്കിയാൽ സരയുവിന് കിരണിനെ കിട്ടും. ഈ രീതിയിലാണ് പുള്ളിയുടെ ചിന്ത. അപ്പം നമുക്ക് പ്രമേയിൽ കാണാം, രാഹുൽ സരയുവിനോട് പറയുകയാണ്, ഞാൻ കല്യാണിയെ ഇല്ലാതാക്കും എന്ന്. സരയുവിൻ്റെ ഈ മനസ്സിലിരിപ്പ് ഉടൻ തന്നെ കല്യാണിയും നമ്മുടെ കിരണും മനസ്സിലാക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒരുപാട് അപകടങ്ങൾ താണ്ടിയാണ് ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ വീണ്ടും രാഹുലിൻ്റെ ഈ തിരിച്ചു വരവ് വലിയ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്നാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ. എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് കാത്തിരിക്കും. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടേക്ക് കെയർ, ബൈ ബൈ.